മോഹൻലാലിന്റെ പിറന്നാൾ ദിവസം ബിഗ് ബോസ് അവതാരകയായി ഇത്തവണ എത്തിയത് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു. എന്നാൽ മുൻ സീസണുകളിലൊക്കെ ആര്യ ബെഡായി ആയിരുന്നു അവതാരകയായി എത്തിക്കൊണ്ടിരുന്നത്. സിബിന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ് സിബിന്റെ സുഹൃത്തായ ആര്യയെ വിളിക്കാഞ്ഞതെന്ന് പറയുകയാണ് മുൻ മത്സരാർത്ഥി കൂടിയായ ദിയാസന. ഇത്തവണത്തെ സീസൺ ബിഗ് ബോസിനകത്തും പുറത്തും ഒരുപോലെ വിവാദങ്ങൾ നിറച്ചുകൊണ്ട് കടന്നു പോകുന്നതിനിടെയാണ് ദിയാസനയുടെയും തുറന്നു പറച്ചിൽ. അസീർ ഓക്കെയെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയതും ജാസ്മിൻ ഗബ്രി കോംബോ, സിബിന്റെ പുറത്താകൽ, ചില മുൻ താരങ്ങളുടെ ആരോപണങ്ങൾ, അങ്ങനെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ ഇത്തവണത്തെ ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റിയുണ്ടാകുന്നുണ്ട്. ഇതിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായത് സിബിന്റെ പുറത്താകലായിരുന്നു. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് മാനസികമായി വിഷമത്തിലായ സിബിൻ പിന്നീട് ഷോയിൽ നിന്നും പുറത്താകുന്നതാണ് പ്രേക്ഷകർ കണ്ടത്. അത്രയേറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന സിബിന്റെ പുറത്താകൽ പ്രേക്ഷകർക്കിടയിലും വലിയ ഞെട്ടലുണ്ടാക്കി. താൻ സ്വയം പുറത്തു പോയതല്ല, തന്നെ പുറത്തേക്ക് അയച്ചതാണെന്ന സിബിന്റെ വെളിപ്പെടുത്തലാണ് ഈ വിഷയത്തിലെ വിവാദങ്ങൾക്ക് ശക്തി പകർന്നത്. ഈ വിഷയത്തിൽ സിബിന് പിന്തുണയുമായി മുൻ ബിഗ് ബോസ് താരവും നടിയും സിബിന്റെ സുഹൃത്തുമായ ആര്യ ബെഡായും രംഗത്തെത്തിയിരുന്നു. സിബിന്റെ അടുത്ത സുഹൃത്താണ് ആര്യ. ഇതോടെ ഈ വിഷയത്തിലെ ചർച്ച ഒന്നുകൂടി കൊഴുത്തു. പുറത്താകലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വേണ്ടിവന്നാൽ താൻ പുറത്തുവിടുമെന്നും സിബിൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിവാദത്തിന്റെ അലയൊലികൾ മാറുന്നതിന് മുൻപാണ് മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷം ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി രഞ്ജിനി ഹരിദാസ് ആയിരുന്നു ഇത്തവണത്തെ പിറന്നാൾ എപ്പിസോഡിൽ അവതാരകയായി ബിഗ് ബോസ് വേദിയിലേക്ക് എത്തിയത്. മുൻ സീസണുകളിൽ ആര്യ ബെഡായി ആയിരുന്നു ഷോയുടെ അവതാരക. നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് അന്ന് തന്നെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ബിഗ് ബോസിനെതിരായ വിവാദങ്ങളുടെ ഭാഗമായതിനാൽ ആര്യയെ ഒഴിവാക്കിക്കൊണ്ട് രഞ്ജിനിയെ കൊണ്ടുവന്നു എന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം ഇത് സംബന്ധിച്ച ചോദ്യം കഴിഞ്ഞ ദിവസം ദിയാസനയും ഒരു അഭിമുഖത്തിനിടെ നേരിടേണ്ടി വന്നു. മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷിച്ചപ്പോൾ രഞ്ജിനി ഹരിദാസിനെ വേദിയിലെത്തിച്ചത് ബിഗ് ബോസ് ടീമിന്റെ ഒരു മധുര പ്രതികാരമാണോ എന്ന് ദിയയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന ചോദ്യമായിരുന്നു ദിയാസനയോട് ചോദിച്ചത്. അതെ, അതൊരു മധുര പ്രതികാരമാണെന്ന് തോന്നുന്നുണ്ട് എന്നതായിരുന്നു ദിയാസന നൽകിയ ഉത്തരവും. എന്നാൽ ഒരിടത്ത് പോലും ആര്യ ബെഡായുടെ പേര് ദിയ സൂചിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, ഇതുവരെ ആ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്റ്റ് മറ്റൊരാളായിരുന്നുവെന്നും പെട്ടെന്ന് രഞ്ജിനി വന്നു, തന്നെ സംബന്ധിച്ചിടത്തോളം രഞ്ജിനി ഹരിദാസിനെ പോലെ ഹോസ്റ്റ് ചെയ്യാൻ വേറെ ആളില്ല എന്നും ആ നിലയ്ക്ക് രഞ്ജിനി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, രഞ്ജിനിയുടെ തട്ട് ആര് വന്നാലും വേറെ ലെവലാണെന്നും ദിയാസന പറയുന്നുണ്ട്. അവിടുത്തെ വിവാദങ്ങളിലെല്ലാം നോക്കുമ്പോൾ രഞ്ജിനി ഹരിദാസിനെ കൊണ്ടുവന്നത് ഒരു മധുര പ്രതികാരമായി തനിക്ക് തോന്നി. തനിക്ക് ഫീൽ ചെയ്ത കാര്യമാണിത്. പൊതുവെ നമ്മൾ കണ്ടുവന്നത് വേറെയാണ്. തനിക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യമാണിത്. അവർക്കത് ബാധിച്ചോ എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നും തന്നോട് ചോദിച്ചുകൊണ്ട് തനിക്ക് തോന്നിയ കാര്യം താൻ പറഞ്ഞുവെന്നും മുമ്പൊക്കെ വേറൊരു അവതാരകയായിരുന്നുവെന്നും ദിയാസന കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ദിയാസനയുടെ ഈ അഭിമുഖം കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു. ഇതിന് പിന്നാലെ വ്യാപകമായി ദിയാസന സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടതായി വന്നു. വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ദിയാസനയ്ക്ക് നേരിടേണ്ടി വന്നത്. തനിക്കെതിരായി നടക്കുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദിയ പോലീസിൽ പരാതി നൽകിയതായും പറഞ്ഞിട്ടുണ്ട്. പരാതി കൊടുത്ത ദിവസം തന്നെ പരാതിയിൽ പറയുന്ന ആളുകളെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടെന്നും ദിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.